Boche Gold and Diamonds. Buy now, pay later. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച തൃത്താല കണ്ണന്നൂർ സ്വദേശികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. 4 കുട്ടികൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. ഗുരുതരാവസ്ഥയിലായ 13-കാരൻ അപകടനില തരണം ചെയ്തു. കഴിഞ്ഞ 14-നാണ് സംഭവം. ചെന്നൈയിൽ നിന്നും ട്രെയിൻ മാർഗം പട്ടാമ്പിയിലേക്ക് വരുന്നതിനിടയിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച തൃത്താല കണ്ണന്നൂർ സ്വദേശികൾക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. കണ്ണന്നൂർ ചള്ളക്കര വീട്ടിൽ ശരത് കുമാർ, വിജയലക്ഷ്മി ദമ്പതികളുടെ മക്കളായ 7 വയസ്സുള്ള അക്ഷര, 2.5 വയസ്സുകാരൻ അക്ഷിത് എന്നിവർക്കും രാമദാസൻ ശരണ്യ ദമ്പതികളുടെ മക്കളായ 13-കാരൻ അഭിറാം, 11 വയസ്സുള്ള അനഘ എന്നിവരെയാണ് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് വിഷുദിനത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ ഗുരുതരാവസ്ഥയിലായ അഭിറാമിനെയും അനഘയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇത്രയും ദിവസം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അക്ഷിത്തിന് ഗുരുതരാവസ്ഥയിലായതോടെ തിങ്കളാഴ്ച ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലെ ഭക്ഷണശാലയിൽ നിന്നും വാങ്ങിയ അപ്പവും മുട്ടക്കറിയും കഴിച്ചതിന് പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായതെന്ന് കുടുംബം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ 10 മണി വരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടിക്ക് ഫിക്സിന്റെ മരുന്നിന്റെ കൊടുക്കണതാ. മരുന്ന് കൊടുത്തപ്പോൾ അവന് വിശക്കൽ തുടങ്ങി. പിന്നെ 10-10:30 S4 ആയിരുന്നു ഞങ്ങളുടെ പെട്ടി. അവിടെ പാലക്കാട് എത്തിയപ്പോൾ അവിടെ നിർത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് ഏട്ടനും ഒരു അനിയത്തിയുടെ ഭർത്താവും കൂടിയിട്ടാണ് ഭക്ഷണം മേടിക്കാൻ പോയത്. ഒരു ഭക്ഷണം മേടിച്ചിട്ട് വെള്ളപ്പും മുട്ടക്കറിയാണ് മേടിച്ചു തന്നെ. ഞങ്ങൾ 8-9 ആൾക്കാരും കഴിച്ചില്ല. 8-9 ആൾക്കാരാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഞങ്ങള് രാത്രി വീട്ടിലെത്തിയപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വയ്യാതെ. ഉച്ചക്ക് 1:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയത്. 1:30 വീട്ടിലെത്തിയപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കുട്ടികൾക്ക് രാത്രി മുഴുവൻ ക്ഷീണിച്ചു, കുഴഞ്ഞു, ആകെ ഛർദിയും വയറ്റിനൊക്കെ ആയി. പിന്നെ വിഷുവിന്റെ ഉച്ചക്കൊക്കെ ആയിട്ടാണ് കുട്ടികളെ ആസ്പത്രിയിൽ എത്തിച്ചത്. കുട്ടികളെ ആസ്പത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇവന് തീരെ വയ്യാതെ ആയി. ചേച്ചിയുടെ കുട്ടിക്ക് അവര് നേരെ തൃശ്ശൂർക്ക് വിട്ടു. മെഡിക്കൽ കോളേജിലേക്ക് 2 കുട്ടികളെയും വിട്ടു. ഇവരെ അവിടെ കടത്തി, ഇവരെ ഇവിടെ അഡ്മിറ്റ് ആക്കി. അവരെന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. അവന് ഇത്തിരി സീരിയസ് ആയി, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞവനെ. എന്നിട്ടിപ്പോ കുറേയൊക്കെ ക്യൂറായിട്ട് ആശുപത്രിക്കാരൊക്കെ അതായിട്ട് ശരിയായിട്ട് വന്നതാണ്. അവന് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഡോക്ടർ സഹായിച്ചു. ഡോക്ടർ ഇവിടുന്ന് ഹെൽത്തിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സഹായിക്കാറുണ്ട്. ഈ ഡോക്ടർ ആദ്യം ഇവരെ നോക്കിയത്. 9 പേരടങ്ങുന്ന സംഘമാണ് ഭക്ഷണം കഴിച്ചത്. ഇതിൽ 4 കുട്ടികൾക്കാണ് രൂക്ഷമായി ബാധിച്ചത്. ചില മുതിർന്നവർക്ക് വയറുവേദനയും ഉണ്ടായി. സംഭവത്തിൽ ഭക്ഷണശാലയ്ക്കെതിരെ പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.